ദൈവത്തിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയങ്ങൾ ദൈവവചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ടുള്ള സമയം കൂടെ തുടർന്ന് നമുക്ക് വേർതിരിക്കുകയാണ്. രണ്ട് നല്ല പ്രബോധനങ്ങൾ നമുക്ക് ഇന്ന് ലഭിച്ചു. തോമസ് സാറും ആ ദൈവവചനം പറഞ്ഞപ്പോൾ ആ വാക്കുകൾ ഒന്നുകൂടെ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. നമുക്കറിയാം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായിട്ടാണ് നമുക്ക് നീതീകരണം ലഭിച്ചത്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ മുമ്പാകെ നീതീകരണം പ്രാപിക്കാൻ വേണ്ടി നാം ഒരു കാര്യവും ചെയ്തില്ല, ഒരു പ്രവൃത്തി നാം ചെയ്തിട്ടില്ല, അല്ലേ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ്. കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു. യേശുക്രിസ്തു ദൈവപുത്രനാണ്. ആ യഥാർത്ഥമായ ആ വിശ്വാസം കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അംഗീകരിക്കാനൊക്കെ ഇടയായപ്പോൾ ആ വിശ്വാസത്താലാണ് നമുക്ക് നീതീകരണം ലഭിച്ചത്. അപ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു പ്രവൃത്തിയും കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരണം ലഭിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു നീതീകരണം ലഭിക്കാൻ അത് ഒരു മുതൽ മുടക്കും ഇല്ലാത്ത സംഗതി ആയിരുന്നുവോ എന്ന് ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് അതിൻ്റെ വില കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ആ വില ആര് കൊടുത്തു? കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കൊടുത്തു. അതാണ് നാം വചനത്തിൽ വായിച്ചത്. ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. നാം ചെയ്യേണ്ടത് നമുക്ക് വേണ്ടി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ചെയ്ത് തീർത്തു. ക്രൂശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, സകലതും നിവർത്തിയായി എന്ന. എബ്രായലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അല്ലെ? എടുത്തിട്ടൊന്ന് വായിക്കാമോ? എബ്രായലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. പ്രിയമുള്ളവരെ, താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് എന്തായി? തികഞ്ഞവനായി തീർന്നു എന്ന് കാണാനായിട്ട് കഴിയുന്നു. ഇപ്പൊ യേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് സൗജന്യമായി നീതീകരണം ലഭിച്ചു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ആ ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചത് കഷ്ടങ്ങളിലൂടെ അനുസരണം പഠിച്ച് തികഞ്ഞവനായി എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, പിതാവിനെ പൂർണ്ണമായി അനുസരിക്കാൻ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പുത്രൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ക്രൂശിലേക്ക് എപ്പോഴും നാം നോക്കുമ്പോൾ കാണുന്നത് നമുക്ക് വേണ്ടി പകരക്കാരനായിട്ട് മരിച്ച കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ്. പ്രിയമുള്ളവരെ, ഇനി നാം അനുസരണത്തിൽ ജീവിക്കാൻ, ഇനി നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ എന്ന് ദൈവജനം പറയുന്നത് പോലെ, പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യം നാം വായിക്കുന്നു. 2 പത്രോസിന്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം. 2 പത്രോസിന്റെ ലേഖനം അതിൻ്റെ 1 പത്രോസിന്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 1-ന്റെ 1-2 വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും. ഇനി പ്രിയമുള്ളവരെ, ദൈവത്തെ അനുസരണം കാണിക്കാൻ നമുക്ക് വേണ്ടി ഇവിടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം, ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുക. അപ്പം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച, പ്രിയമുള്ളവരെ, മറ്റൊരു നിലയിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ
ആ നിറയപ്പെട്ട അല്ലെങ്കിൽ ആത്മാവ് ലഭിച്ച ആ ദൈവമക്കളെ സംബന്ധിച്ച് ഇനി നമ്മിൽ നിന്ന് എന്നുണ്ടാകണം? അനുസരണം ഉണ്ടാകണം. അപ്പൊ ഇനി അനുസരണം നാം കാണിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, അനുസരിക്കാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കി, നമ്മെ അതിനുവേണ്ടി കർത്താവ് ഒരുക്കി, നമുക്ക് ആത്മാവിന്റെ വിശുദ്ധീകരണം തന്നു, ഒരു പുതുജനനം തന്നു, പുതിയ ഹൃദയം തന്നു. പ്രിയമുള്ളവരെ, ഇനി നമ്മിൽ നിന്ന് അനുസരണം ദൈവം പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നീതിമാൻ ഇനിയും എന്ത് ചെയ്യണം? നീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ എന്നൊക്കെ നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, ഇനിയും വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു മനസ്സ്, ഒരു ഹൃദയം ദൈവം നമുക്ക് നൽകിയിട്ടാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിലൂടെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വായിച്ച വചനത്തിന് സമാനമായ വേറൊരു വാക്യം അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 15-8 വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ചിന്തയിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിന്റെ 8 വാക്യം. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ. അപ്പൊ എങ്ങനെയാണ് ഹൃദയ ശുദ്ധീകരണം നടന്നത്? പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് വിശ്വാസത്താൽ ഹൃദയങ്ങൾ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. ഇങ്ങനെ ഹൃദയ ശുദ്ധീകരണം നടന്ന ദൈവമക്കൾ, അവരോടാണ്, സഭയോടാണ് മാത്തൻ സാറ് പ്രബോധനം പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞല്ലോ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകണം എന്ന് പറയുന്നത് ഈ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചവരോടാണ്. നിങ്ങൾക്ക് ഇനി അങ്ങനെ ആകാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ സഭായോഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നാം ചില കാര്യങ്ങൾ ഓർക്കാനിടയായി. അതേ തുടർന്നാണ് ഇന്ന് അല്പസമയം കൂടെ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്തത്, പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ ഉണ്ടായ അനുഭവം, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവരായിരുന്നു. നിങ്ങൾ ഏക മനസ്സുള്ളവരാകണം എന്ന് അവരെ പഠിപ്പിച്ച് അവരെ ഏക മനസ്സുള്ളവരാക്കുകയല്ലായിരുന്നു. നമ്മൾ ആ വാക്കാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ എങ്ങനെ ആയിത്തീർന്നു? അവർ ഏക മനസ്സുള്ളവർ ആയിത്തീർന്നു, അല്ലേ? അവർ ഏക മനസ്സോടെ ഒരുമിച്ച് കൂടി വന്നു. അതിൻ്റെ അനന്തര ഫലം എന്താണ്? അനേകം ആളുകൾ അവരോട് ചേർന്ന് വരാനിടയായി. ഇന്നും ദൈവസഭ, ഓരോ പ്രാദേശിക സഭകൾ ദൈവസന്നിധിയിൽ ഏക മനസ്സോടെ കൂടി വരുമ്പോൾ, പ്രിയമുള്ളവർ, ഏക മനസ്സോടെ കൂടി വരുമ്പോൾ ലക്ഷ്യം ഒന്നാണ്, അല്ലെ? ഏക മനസ്സെന്ന് പറയുമ്പോൾ ലക്ഷ്യം ഒന്നായിരിക്കും. അത് വ്യക്തമാക്കാനായിട്ട് ഫിലിപ്പിയ ലേഖനം 4:2 വായിക്കാമോ? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദകയെയും പ്രബോധിപ്പിക്കുന്നു. പിന്നെ സാക്ഷാൽ ഇണയായുള്ളവേ, ഇണയാളി അല്ലേ, ആയുള്ളവേ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലമേന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. അപ്പൊ ഈ ക്ലേമന്ത്, സുന്ദക എന്ന് പറയുന്ന ഈ 2 സഹോദരിമാരാരാണ്? അവര് കർത്താവിന്റെ ദാസന്മാരോടുകൂടെ സുവിശേഷ വേലയിൽ പോരാടിയവരാണ്, അല്ലെ? സുവിശേഷ വേലയിൽ പോരാടിയവരാണ്. പക്ഷേ അവരോട് ഇപ്പൊ പറയുന്നു, നിങ്ങൾ കർത്താവിൽ എന്തായിരിക്കണമെന്ന്? ഏക ചിന്തയോടിരിക്കണമെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം അവരുടെ ഇടയിൽ ഇപ്പൊ എന്ത് വന്നിട്ടുണ്ട്? അവരുടെ ഇടയിൽ ഏക മനസ്സല്ലാത്തൊരവസ്ഥ വന്നു, ഏക ചിന്ത. ഇപ്പൊ സുവിശേഷ വേലയിൽ പോരാടുന്ന 2 സഹോദരിമാർ ഒരുമിച്ച് സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ അവരുടെ ചിന്ത എന്തായിരിക്കും? സുവിശേഷ വേല ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാക്കണം, എങ്ങനെയെങ്കിലും ഒരു വണ്ടി വാങ്ങണം, അതാണോ ചിന്ത? അല്ല. നാശത്തിലേക്ക് പോകുന്ന ചിലരെയെങ്കിലും എന്ത് ചെയ്യണം? കർത്താവിലേക്ക് നടത്തണം, അല്ലേ? ഈ പ്രവർത്തനം കൊണ്ട്, ഈ സുവിശേഷം അറിയിക്കുന്നത് കൊണ്ട് ചിലരെങ്കിലും യേശുവിനെ അറിയണം. ഈ ആത്മഭാരത്തോടെയാണ് സുവിശേഷം അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്ന് പറഞ്ഞതുപോലെ ദൈവസഭ ഏക മനസ്സോടെ കൂടി വരുമ്പോൾ ദൈവസഭയുടെയും ഏക ചിന്ത എന്താണെന്നറിയാമോ? കൃപയാൽ ദൈവം നമ്മെ രക്ഷിച്ചു, രക്ഷിക്കപ്പെട്ട ജനം ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരണം. അതുമാത്രം
മാത്രം പോരാ, അനേകർ യേശുവിലേക്ക് ചേർന്ന് വരണം, ദൈവസഭയിലേക്ക് ചേർന്ന് വരണം. ഈ ഒരു ചിന്തയോടെയാണ് ദൈവജനം ഒരുമിച്ച് കൂടി വരുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നാൽ നാളുകൾ മുന്നോട്ട് പോയപ്പോ ആ ഏക മനസ്സിന് വ്യത്യാസം വന്നു. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അവർ ഏക മനസ്സുള്ളവരാകണമെന്ന് പറഞ്ഞ് അവരെ പ്രബോധിപ്പിക്കേണ്ടി വന്നു. കാരണം അവരുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങൾ ഉണ്ടായി. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആത്മാവ് നമ്മെ ഒന്നിപ്പിക്കുന്നു. ആ ഒന്നിക്കുന്ന അനുഭവത്തിൽ ജീവിക്കാൻ ഈ പ്രബോധനം, ഈ സന്ദേശം നമ്മൾ ശ്രദ്ധിക്കുന്നത്, ദൈവമക്കളെ, നമുക്ക് ഏക ലക്ഷ്യമാണ്. നമുക്ക് ഏക ലക്ഷ്യം നമ്മുടെ ഭൗതിക ആവശ്യങ്ങളോ തലമുറയുടെ കാര്യങ്ങളോ ഇതൊക്കെ കർത്താവ് കരുതുമെന്ന് ദൈവം നടത്തും. ദൈവം വിശ്വസ്തനാണ്. പക്ഷേ നാം കർത്താവിൻ്റെ ബിസിനസ്സിൽ നമ്മൾ വലിയ പങ്കാളികളാകുകയാണ്. 4ാം നൂറ്റാണ്ടിലെ സഭ ഏക മനസ്സോടെ കൂടി വന്നപ്പോൾ അനവധി പുരുഷന്മാരും സ്ത്രീകളും അവരോട് ചേർന്ന് വന്നുവെങ്കിൽ ഈ കൊച്ചു കൂട്ടത്തോടെ ചേർന്ന് വരാൻ അനേകർ ചുറ്റുപാടുകളിലുണ്ട്. ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യണം. അതിന് ദൈവസഭ എപ്പോഴും ഏക മനസ്സുള്ളവരായിരിക്കണം, ഏക മനസ്സോടെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം നമുക്ക് ആ നിലയിൽ ഓർക്കാൻ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഓർക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രവർത്തനത്തെ കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 14-ന്റെ 26-ാമത്തെ വാക്യം. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമുക്ക് അറിവുള്ള കാര്യം നാം ഈ ദിവസങ്ങളിൽ ഒന്നുകൂടെ ഊന്നൽ കൊടുത്തൊന്ന് ചിന്തിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താണ്? പരിശുദ്ധാത്മാവ് ഒരുവനിൽ വരുമ്പോൾ എങ്ങനെയാണ് ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത്? ഇവിടെ നാം വായിച്ച വാക്യം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. യേശു പറഞ്ഞു, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്താണ്? ആര് പറഞ്ഞു? യേശു ക്രിസ്തു പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ വാക്കെന്താണ്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് സകലതും എന്ത് ചെയ്യുമെന്ന് ഉപദേശിച്ചു തരും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉപദേശിച്ചു തരുമെങ്കിൽ ദൈവസഭ ആരുടെ ഉപദേശമാണ് കേൾക്കേണ്ടത്? പരിശുദ്ധാത്മാവ് തരുന്ന ഉപദേശമല്ലേ കേൾക്കേണ്ടത്, അല്ലേ? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. ഇവിടെ നമ്മളെ വാക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. നിങ്ങളെ പുസ്തകത്തിലേക്ക് നോക്കി ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിക്കേ. യേശു പറയുന്നു, പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. ഇനി യോഹന്നാന്റെ സുവിശേഷം 14-ന്റെ 16-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. യോഹന്നാൻ 14-ന്റെ 16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇവിടെ കർത്താവ് ഒന്നുകൂടെ അത് വ്യക്തമാക്കുന്നു. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ, അല്ലേ? മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഇവിടെ വേറൊരു കാര്യസ്ഥനുണ്ട്. ഒരു കാര്യസ്ഥൻ നിലവിലുണ്ട്, അല്ലേ? ആ കാര്യസ്ഥൻ ആരാണ്? ആ കാര്യസ്ഥൻ ആരാണ്? യേശു ക്രിസ്തുവാണ്, അല്ലേ? ഈ കാര്യസ്ഥനെ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുകയാണ്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് പ്രയോജനം. 16-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിക്കുമ്പോൾ അറിയാം. യേശു പറഞ്ഞു, സത്യമായിട്ടും ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. പ്രിയമുള്ളവരെ, ഓർക്കണേ, യേശു പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും. അപ്പോൾ പിതാവ് എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. ഇപ്പൊ പ്രിയമുള്ളവരെ, 16-ാം അധ്യായത്തിൽ യേശു വീണ്ടും പറഞ്ഞു, ഞാൻ പോകുന്നതാണ് പ്രയോജനം, എന്നാലാണ് ഈ കാര്യസ്ഥൻ നിങ്ങളിലേക്ക് വരികയുള്ളൂ. ഈ കാര്യസ്ഥൻ വന്നാലോ അവൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കും. ഇരിക്കുന്നത് മാത്രമല്ല, ഇവിടെ നാം വായിച്ചു കേട്ടത് എന്താണ്? നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഉപദേശിച്ചു തരുന്ന വചനങ്ങൾ, ആലോചന നാം കേൾക്കണ്ടേ?
അതിനു വേണ്ടി നമുക്കൊരു വാഞ്ചയുണ്ടാകണ്ടേ? ഇനി ഞാൻ ആ കാര്യസ്ഥൻ എന്ന വാക്ക് ഞാനതിങ്ങനെ ഇന്ന് രാവിലെ ഒന്നുകൂടെ നോക്കിയായിരുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ നോക്കിയപ്പോൾ കംഫോർട്ടർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കിയപ്പോൾ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ ചുമതലപ്പെടുത്തിയ പ്രധാന ഉദ്യോഗസ്ഥൻ എന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ശരിക്കും അർത്ഥം എന്താണ്? കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ ചുമതലപ്പെടുത്തിയ പ്രധാന ഉദ്യോഗസ്ഥൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ പാറക്കെലീത്ത എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക്, ആ ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്രിയമുള്ളവരെ ഈ കാര്യസ്ഥൻ എന്നുള്ള മലയാള വാക്ക് വന്നിരിക്കുന്നത്. ഇനി ആ നിലയിൽ അത് ഓർക്കുമ്പോൾ അതിന് പല അർത്ഥങ്ങൾ വരുന്നുണ്ട്. സഹായകൻ എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ഒരു കോടതിയിൽ ഒരു അഭിഭാഷകൻ, പ്രിയമുള്ളവരെ, കോടതിയിൽ ഒരു വക്കീല് വാദിക്കുമ്പോൾ ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി കോടതിയിൽ വക്കീല് വാദിക്കുകയാണ് അല്ലേ? ആ വാദിക്കുന്ന ആ അവസ്ഥയ്ക്കും ഈ കാര്യസ്ഥൻ ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അല്ലേ? വാദിക്കുന്നു എന്ന് പറയുന്ന സഹായകൻ എന്നുള്ള വാക്ക്, പക്ഷപാതം ചെയ്യുന്നു എന്നുള്ള വാക്ക്, കോടതിയിൽ ഒരു വ്യക്തിക്ക് വേണ്ടി സന്നിഹിതനായിരിക്കുന്ന ഒരു അഭിഭാഷകൻ, വക്കീൽ എന്ന നിലയിൽ ഈ അർത്ഥത്തിലൊക്കെ നമുക്ക് ഈ വാക്കിനെ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ആദ്യം വായിച്ച അർത്ഥം ഒന്നുകൂടി ഓർത്ത് നോക്കിക്കേ. എന്താണ് ആ വാക്ക്? കാര്യങ്ങളുടെ മേൽ നോട്ടത്തിനു വേണ്ടി മേൽനോട്ടം വഹിക്കാൻ ചുമതലപ്പെട്ട അല്ലേ? അപ്പൊ ദൈവസഭയുടെ കാര്യങ്ങളെല്ലാം ശരിക്കും നോക്കുന്നത് ആരാണ്? കാര്യവിചാരകൻ ആരാണ്? പരിശുദ്ധാത്മാവാണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് ഒന്ന് ശ്രദ്ധിച്ച്, എല്ലാവരും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. നമ്മളിപ്പോൾ ഒരു വിവാഹ സദ്യ നടക്കുക വിചാരിക്കുക. ഇപ്പോൾ സാധാരണ ചെയ്യുന്നത് എല്ലാത്തിൻ്റെയും മേൽനോട്ടം ഒരാളെയും ചെയ്യും, ഏൽപ്പിക്കും. എന്തിനാ മേൽനോട്ടം ഏൽപ്പിക്കുന്നേ? ഇതെല്ലാം കണ്ടുപോകാനാണോ? അല്ല, മേൽനോട്ടം ഏൽപ്പിക്കുന്നതിന് വേണ്ടി എവിടെ ഒരു ഭാഗത്തും ഒരു കുറവും ഉണ്ടാകരുത്. ഒരു ഭാഗത്തും. കാരണം ഉടമസ്ഥൻ്റെ നോട്ടം എല്ലായിടത്തും എത്തുകയില്ല അല്ലേ? എത്താതിരിക്കുമ്പോൾ ഈ ഒരു മേൽനോട്ടക്കാരനെ ആക്കിയിരിക്കുന്നത് താൻ എല്ലായിടത്തും, തനിക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഈ കാര്യസ്ഥൻ എല്ലാ കാര്യത്തിലും നോക്കിയിട്ട് എവിടെയാണ് പോരായ്മയുള്ളത് അത് അപ്പോൾ ജോലിക്കാർക്ക് എന്ത് ചെയ്യുകയാണ്? നിർദ്ദേശം കൊടുക്കുകയാണ് അല്ലേ? അയ്യോ, സാമ്പാർ ഉപ്പിത്തിരി പോരാഴുകയാണ്, അല്ലെങ്കിൽ ഇത്ര അളവ് പോരാ, ഇന്ന കാര്യം പോരാ എന്നൊക്കെ ഈ കാര്യസ്ഥൻ മേൽനോട്ടക്കാരൻ പറയുമ്പോൾ ജോലിക്കാർ പറയാണ്, താൻ തന്നെ പാട് നോക്കുക, ഇത് ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾക്കറിയാം ഇതൊക്കെ, ഞങ്ങളെ കൂടുതൽ ഉപദേശിക്കാനൊന്നും. അങ്ങനെ പറഞ്ഞാലത്തെ സ്ഥിതി എന്തായിരിക്കും അല്ലേ? ഇനി നമ്മുടെ സ്ഥിതി ഓർത്ത് നോക്കി. നമ്മൾ അങ്ങനെ പറയുന്നില്ലെങ്കിലും പറയാതെ നമ്മൾ ചിലതൊക്കെ പറയുന്നില്ലേ? പരിശുദ്ധാത്മാവ് അങ്ങനെയൊക്കെ പറയുന്നേ. ഇപ്പം ഈ കാര്യം എൻ്റെ ഇഷ്ടപ്രകാരം നടക്കട്ടെ, ഞാനിപ്പോൾ ഇതിങ്ങനെ അങ്ങ് ചെയ്യട്ടെ, ഞാനിപ്പോൾ ഇങ്ങനെ പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്, ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യാനാ തീരുമാനിച്ചേക്കുന്നതെന്ന് അല്ലേ? പരിശുദ്ധാത്മാവ് പറയും അതൊക്കെ വേറെ കാര്യം, അതൊക്കെ പിന്നെ, ഇപ്പം എൻ്റെ ഇഷ്ടം നടക്കട്ടെ. അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ കൂട്ടായ്മയിലും ഓരോ സമയത്തും ഈ നല്ല കാര്യവിചാരകൻ, പ്രിയമുള്ളവരെ, പരിശുദ്ധ ആ വാക്ക് ഒന്നോടെ ശ്രദ്ധിച്ച് 26:14-26, പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ കാര്യസ്ഥനെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു, പ്രിയമുള്ളവരെ, അവിടുത്തെ ഇഷ്ടം അവിടുന്ന് പറയുന്നത് കേട്ട് പ്രവർത്തിക്കുകയാണ് പരിശുദ്ധാത്മാവ്. അത് നമുക്ക് താഴോട്ട് പിന്നെ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. ഞാൻ പറയുന്നത് ദൈവസഭയുടെ കൂട്ടായ്മയിലായിരിക്കുന്ന ദൈവമക്കളെ എപ്പോഴും ഈ ദൈവത്തിൻ്റെ ആലോചന, പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ആലോചന നമുക്ക് ഏറ്റവും ആവശ്യമാണ്. അത് നാം ശ്രദ്ധിക്കണം എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ ആ നിലയിൽ ഓർപ്പിക്കുന്നു. നമ്മൾ ആദിമസഭയുടെ ചരിത്രം നോക്കുമ്പോൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ?
അപ്പോസ്തലപ്രവൃത്തി 13:2. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? ഉറക്കെ പറഞ്ഞേ. വേലയ്ക്കായിട്ട് അവരെ വേർതിരിപ്പിൻ. പരിശുദ്ധാത്മാവ് പറഞ്ഞു. യേശു എന്താ പറഞ്ഞേ? യേശു എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് സകലതും ഉപദേശിച്ച് തരും, അല്ലേ? ഇവിടെ അക്ഷരാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? പറഞ്ഞു. എന്താണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്? പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് എന്ത് ചെയ്യണം? വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി ഓർക്കുക, ഈ ബർന്നബാസും ശൗലും പ്രിയമുള്ളവരെ ശരിക്കും ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ വേല ചെയ്തുകൊണ്ടിരിക്കുക. അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി എന്ന് പറയുമ്പോൾ അവരെ വിളിച്ച വേല എന്താണെന്ന് സഭയ്ക്ക് ബോധ്യപ്പെട്ടു. അവരുടെ ശുശ്രൂഷയിലൂടെ ബോധ്യപ്പെട്ടു സഭയ്ക്ക്. അതുകൊണ്ട് സഭയോട് പറയുകയാണ്, ഇനി ദൈവസഭ അവരെ എന്ത് ചെയ്യണം? ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ വിളിച്ചു വേർതിരിക്കണം. 11-ാം അധ്യായത്തിലൊക്കെ നാം കാണുന്നത്, ചെതറിപ്പോയവര് അന്ത്യോക്യയിൽ ചെന്നു സുവിശേഷം പറഞ്ഞു, ആളുകളെ രക്ഷിക്കപ്പെട്ടു. ബർന്നബാസിനെ അവർ അടുക്കലേക്ക് അയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അപ്പോൾ പിന്നെ ബർന്നബാസിന് മനസ്സിലായി, ഇവരെ ഇനി വചനം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ബർന്നബാസ് പോയിട്ട് ശൗലിനെ കൊണ്ടുവന്നു. 1 വർഷം അവിടെ താമസിച്ച് അവരെ വചനം പഠിപ്പിച്ചു. അങ്ങനെ അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന പേര് അവർക്ക് ഉണ്ടായി, അല്ലേ? അപ്പൊ ശരിക്കും ബർന്നബാസും ശൗലും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. സഭ അവരെ ഓർഡിനേഷൻ ചെയ്തിട്ടുണ്ടോ? ഓർഡിനേഷൻ ചെയ്തിട്ടില്ല. പക്ഷേ അംഗീകാരം, അവർക്ക് ശുശ്രൂഷ അവർ ചെയ്യുന്നു. ആ ശുശ്രൂഷ ദൈവസഭയ്ക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇനി അവരെ എന്ത് ചെയ്യണം? അവരെ നിങ്ങൾ ആ വേലയ്ക്ക് വേണ്ടി. അപ്പൊ സഭയുടെ അധികാരം. ഇനി നിങ്ങൾ ആ 13:4 കൂടി ഒന്ന് വായിച്ചേ. 13:4. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്, അല്ലേ? അതിന്റെ 5-ാം വാക്യം, 3-ാമത്തെ വാക്യം. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അവരെ ആരാണ് പറഞ്ഞയച്ചത്? സഭ പറഞ്ഞയച്ചു. ഇനി 4-ാമത്തെ വാക്യം. അപ്പൊ ഇതിൽ ഏതാ ശരി? രണ്ടും ശരിയാണ്. കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞത് സഭ കേട്ടു. പരിശുദ്ധാത്മാവ് പറഞ്ഞത് സഭ എന്ത് ചെയ്തു? കേട്ടു. ദൈവമക്കളെ, നമ്മളൊരു ചെറിയ കൂട്ടമാണ്. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുന്ന ഒരു സഭയാണോ നാം, അല്ലേ? നമ്മളിത് കേൾക്കാൻ നമുക്കൊരു വാഞ്ച ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് നമ്മോട് പറയണം. നമ്മൾ ഇവിടെ കൂട്ടായ്മ പറയണം, കർത്താവേ, ഒരു സഭായോഗത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ആത്മാവ് നമുക്ക് ആലോചന തരണം. വെളിപ്പാടിലൂടെ ദൈവം സംസാരിക്കുന്നു, വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു. ഞാൻ കൂട്ടായ്മയുടെ ആരംഭത്തിൽ സമയം ഓർക്കുന്നുണ്ട്. ചില സഹോദരങ്ങളൊക്കെ ഒരു വെളിപ്പാട് ദർശനമുള്ള സഹോദരങ്ങൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ദൈവസഭയ്ക്ക് അവിടെ സംസാരിക്കാൻ വേണ്ടി ഒരു ദൂത, ഒരു വചനം അവർക്ക് പ്രകാശനം തരും. അപ്പോൾ അവർ പറയും, ആ പ്രകാശനം എന്നോട് പറയും, പാസ്റ്റർ ഇങ്ങനെ ഒരു ദൈവാത്മാവ് വചനം ഇങ്ങനെ ഇടപെട്ടു. അപ്പോൾ അത് ദൈവാത്മാവ് ഇടപെട്ട, ചിലപ്പോൾ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഒരു കുറിപ്പ് വരുന്നത്, ദൈവാത്മാവ് ഇടപെട്ട ഒരു വചനമെന്ന് പറഞ്ഞൊരു കുറിപ്പ് തരുന്നത്. അപ്പോൾ ഞാനത് വായിക്കുമ്പോൾ ഒരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവേ, സഭയ്ക്കുള്ളതാണോ, ദൈവത്തിൻ്റെ ആലോചനയാണോ എന്ന് ദൈവസന്നിധിയിലൊക്കെ ഒന്ന് ചോദിച്ച്, പ്രിയമുള്ളവരെ, ഒരു നിമിഷം ഒന്നൊക്കെ പ്രാർത്ഥിച്ച് ആ വചനം ഒന്ന് നോക്കുമ്പോൾ ദൈവം സഭയ്ക്ക് നൽകിയ ദൂതാണെങ്കിൽ പെട്ടെന്നാണ് പിന്നെ അതിൻ്റെ പ്രകാശനകത്തുണ്ടാകുന്നത്. ദൈവാത്മാവ് ഒരു വലിയ പ്രകാശനം തരികയാണ് ദൈവസഭയെ അറിയിക്കാനായിട്ട്. ഞാൻ ഈ വചനം ഇങ്ങനെ ഒരുക്കിയപ്പോൾ ഞാൻ ആ സമയങ്ങളൊക്കെ ഓർത്തു, അല്ലേ? കൃപയുള്ള പ്രിയപ്പെട്ടവരിവിടെ ഉണ്ട്, കൃപാവരം ഉള്ളവരുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവർ. ദൈവാത്മാവ് സംസാരിക്കും, പരിശുദ്ധാത്മാവ് സംസാരിക്കും. ദൈവവചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു, വെളിപ്പാടിലൂടെ ദൈവം സംസാരിക്കും, ദർശനത്തിലൂടെ ദൈവം സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ആ പരിശുദ്ധാത്മാവ് പറയുന്നത് അവര് കേട്ടു. അവരതനുസരിച്ചപ്പോൾ ബർന്നബാസിനെയും പൗലോസിനെയും പറഞ്ഞയച്ചു. അത് പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയാണ്. ഇനിയും നാം അതിൻ്റെ 1-2 വാക്യങ്ങൾ കൂടെ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. ആദിമസഭ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് കൊടുത്ത പ്രാധാന്യത നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി 9-ന്റെ 31 വായിക്കാമോ?
അങ്ങനെ യഹൂദ്യ, ആ. ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും ആ. സഭയ്ക്ക് സമാധാനമുണ്ടായി. ആ. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. എങ്ങനെയാണ് സഭയ്ക്ക് വളർച്ചയുണ്ടായത്? ദൈവസഭയ്ക്ക് എങ്ങനെയാണ് വളർച്ചയുണ്ടായത്? നമ്മൾ ഒടുവിൽ വായിച്ചത് കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്ന് അല്ലേ? അപ്പൊ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ ദൈവസഭ ഒരുക്കമാണെങ്കിൽ സഭയ്ക്ക് ഇന്ന് വളർച്ച ഉണ്ടാകുമോ? അപ്പൊ വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു. നാം നമ്മുടേതായിരിക്കുന്ന ഇഷ്ടത്തിന് കാര്യങ്ങൾ പോകുന്നു. നമുക്കിതിലൊരു മാറ്റം വരണം. ഞാൻ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, എന്നെ മാറ്റി നിർത്തി പറയുകയല്ല. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഒരു ദൈവപ്രവൃത്തി കാണണം. ആദ്യ നാളുകളെപ്പോലെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകണം. പ്രിയമുള്ള, നമുക്ക് ഏക ലക്ഷ്യം ഉണ്ടാകണം. അനേക ജനം ദൈവത്തെ അറിയാതെ നശിച്ചു പോകുന്നു. വ്യർത്ഥമായ പാരമ്പര്യങ്ങളിൽ അവർ കുടുങ്ങിക്കിടക്കുന്നു. സുവിശേഷം അവരോട് പറയുമ്പോൾ അവർ തള്ളിക്കളയുന്നു. നമ്മേക്കാൾ അവർ മെച്ചമാണെന്ന് അവർക്കൊരു ബോധ്യമുണ്ടാകുന്നു. ദൈവജനം അപഹസിക്കപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു. സഭകൾ മറ്റുള്ളവരുടെ മുമ്പിൽ ദുഷിക്കപ്പെടുന്നു. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. എങ്ങനെയാണ് ആ മാറ്റം ഉണ്ടാകുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനം കേൾക്കാൻ, ദൈവാത്മാവിൻ്റെ ആലോചന കേൾക്കാൻ ഒരുക്കമുള്ള ഒരു ദൈവസഭ. പ്രിയമുള്ളവരെ, ആ സഭയ്ക്ക് വളർച്ചയുണ്ടാകും. ആ സഭയിലേക്ക് ആത്മാക്കൾ കടന്നു വരും. നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവമക്കളെ, നമ്മൾ എന്തെങ്കിലും ഒരു ബോധ്യം വിളിച്ചു പറയുകയല്ല. ഇത് എഴുതപ്പെട്ട വചനമാണ്. ഇത് എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. ആകാശഭൂമികൾ മാറിപ്പോയാലും ഈ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല. നാം അത് തിരിച്ചറിയണം. യേശു പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ വീണ്ടും ഓർത്തു നോക്കിക്കേ. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 14:16 വായിച്ചപ്പോൾ, ഞാൻ പിതാവിനോട് ചോദിക്കും, ആ പിതാവ് പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാൻ വേണ്ടി അയച്ചു തരും. യേശു, ഇനി നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2:33 വായിക്കുന്നു. യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കരേറിപ്പോയി, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. നമ്മൾ അങ്ങനെയാ വായിക്കുന്നത്. അപ്പോ യേശു പിതാവിനോട് ചോദിച്ചു, എന്താണ് ഈ ജനത്തിന്, അല്ലേ, എന്റെ ശിഷ്യന്മാർ, എന്നിൽ വിശ്വസിച്ച് വന്ന ജനത്തിന് എന്തു വേണം? പരിശുദ്ധാത്മാവ് വേണം. പിതാവിനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു. പ്രിയമുള്ളവരെ, അതാണ് നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ, പുതുവീഞ്ഞ് കുടിച്ചവരാണെന്ന് പറഞ്ഞ് പരിഹസിച്ച ജനത്തിന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർക്ക് മനസ്സിലായോ, ഞങ്ങൾ എന്ത് വിവരക്കേടാ പറഞ്ഞത്? ഞങ്ങൾ ധരിച്ചവർ പുതുവീഞ്ഞ് കുടിച്ചതാണ്. പത്രോസ് തെളിയിച്ചു, അല്ല, ഇത് യോവേൽ പ്രവാചകനിലൂടെ അരുളി ചെയ്ത വചനമാണ്. കുത്തുകൊണ്ടപ്പോൾ അവർ ചോദിക്കുക, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ആ ചോദ്യത്തിന്റെ അർത്ഥം എന്നറിയാമോ? അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരുമെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ആത്മാവിനെ ലഭിക്കാൻ? പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇതെല്ലാവർക്കും ലഭിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്വം നിങ്ങൾക്ക് മാത്രമല്ല, അല്ലേ? ഒരിക്കലും ഞാനും ചിന്തിച്ചിരുന്നു, ഈ വാഗ്ദത്വം എന്ന് പറയുന്നത് അത് ആ കാലത്തേക്ക് മാത്രമാണെന്ന. പത്രോസ് അങ്ങനെ അല്ല പറഞ്ഞത്. വാഗ്ദത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥരായി ഇനി വിളിച്ചു വരുത്തുന്ന ഏവർക്കും ഉള്ളതാണ്. അല്ലേ? അത് ആ കാലം കൊണ്ട് തീരുന്നതല്ല, ഇത് ഏവർക്കും ഉള്ളതാണ്. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. 3000-ഓളം പേർ അവരോട് ചേർന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ദൈവം ചെയ്ത വാഗ്ദത്വം അവര് അനുഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ സഭ മുന്നോട്ട് പോകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് അവർ വിധേയപ്പെടുകയാണ്. ആത്മാവ് അവരെ പറഞ്ഞയക്കുകയാണ്. ആത്മാവ് അവരോട് സംസാരിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയും നടന്നപ്പോ സഭ പെരുകി, എണ്ണത്തിൽ പെരുകി. സഭയ്ക്ക് സമാധാനമുണ്ടായി. നിങ്ങൾ ആ വാക്കൊന്ന് ഓർത്ത് നോക്കിക്കേ. സഭയ്ക്ക് എന്തുണ്ടായി? ഇന്ന് 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ശരിക്കും പറഞ്ഞ സമാധാനം ഉണ്ടായ ലോകപ്രകാരം നോക്കിയ. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലുള്ള ദൈവസഭകൾക്ക് ഇപ്പൊ ശരിക്കും സമാധാനമാണോ? അല്ല, അല്ലേ? ഇന്നലെയും ദാരുണമായ നിലയിൽ ഒരു ദൈവദാസൻ കൊല ചെയ്യപ്പെട്ട കാര്യം വാർത്ത കണ്ടു.
ആശുപത്രി കിടക്കുന്നവരൊക്കെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഫോട്ടോസൊക്കെയാണ് കണ്ടത്. പ്രിയമുള്ളവരെ, അപ്പോൾ ഇതിനൊട്ടും മോശമായിരുന്നില്ലല്ലോ ഒന്നാം നൂറ്റാണ്ടിലെ സ്ഥിതിയും, അല്ലേ? അപ്പോൾ ആ സമാധാനം ആര് കൊടുത്തതാണ്? കർത്താവ് നൽകിയ പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന സമാധാനമാണ്. യേശുക്രിസ്തു നൽകുന്ന സമാധാനമാണ്. പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവജനം സ്വസ്ഥത അനുഭവിക്കുന്നു, അല്ലേ? ആത്മാക്കൾ, ഞാൻ നമ്മുടെയൊക്കെ ആരംഭ സമയം എങ്ങനെ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ആണെങ്കിലും ആളുകൾ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, അല്ലേ? ഒരു ഭാഗത്ത് നിന്ന എതിർപ്പ് പരിഹാസമൊക്കെ, പക്ഷേ പുതിയ ആളുകൾ ഓരോ കൂട്ടായ്മയിലേക്കും വരുമ്പോൾ അകത്തെന്താണ്? നമ്മുടെ നിന്നയൊക്കെ മറക്കുവാണ്, അല്ലേ? നമ്മുടെ മറ്റുള്ള പ്രയാസങ്ങളൊക്കെ പോവുകയാണ്, വലിയ സന്തോഷം അനുഭവിക്കുകയാണ്. നമുക്കതുപോലൊരു കാലം വേണ്ടേ? അത് മനുഷ്യ ബുദ്ധി കൊണ്ട് കഴിവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അതെങ്ങനെ നടക്കുകയുള്ളൂ? പരിശുദ്ധാത്മാവ്. എത്രയും ദൈവമക്കൾ ഒരു ഉള്ളിലൊരു തീരുമാനം വേണം. ദൈവാത്മാവ് പറയുന്നത് ഞാൻ കേൾക്കും, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കും. പ്രിയമുള്ളവരെ, കുടുംബജീവിതത്തിൽ, നമ്മുടെ കൂട്ടായ്മ ജീവിതത്തിൽ ദൈവാത്മാവ് നൽകുന്ന ആലോചന കേൾക്കാൻ നമുക്ക് കാതോർക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിൽ നടന്ന് ദൈവസഭ പെരുകിക്കൊണ്ടിരുന്നു. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അത് ഞാനും പകയ്ക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, അല്ലേ? അങ്ങനെ ചെവിയില്ലാത്ത ആളുകളുണ്ടോ? ദൈവസഭയിലേക്ക് വന്നിട്ട് ചെവിയില്ലാത്തവരുണ്ടോ? ഇവിടെ ഇരിക്കുന്നവരോട് ചിന്തിച്ച് നോക്കിക്കേ, എല്ലാവരും ചെവിയുള്ളവരാണോ? എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ അറിയാം, ചെവിയില്ലാത്തവരുണ്ട് ഇവിടെ, ഈ കൂട്ടത്തിലുണ്ട്. കാരണം ഈ പറയുന്നതൊന്നും എന്ത് ചെയ്യുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല, അല്ലേ? നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്കിത് കേൾക്കാൻ ഗ്രഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ആരോട് പറയണം? എന്നോട് പറഞ്ഞാൽ മതിയോ? കാര്യമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന മറ്റോട് പറഞ്ഞാൽ കാര്യമുണ്ടോ? പക്ഷേ ഒരാളോട് പറയാം. ആരാണ്? എന്നേക്കും നമ്മോട് കൂടി ഇരിക്കാൻ തന്ന പരിശുദ്ധാത്മാവ്, നമുക്ക് ആലോചന തരുന്ന പരിശുദ്ധാത്മാവ്, നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ ശക്തിയാ. ദൈവം നമ്മെ നിറയ്ക്കട്ടെ ഈ വചനം ഗ്രഹിക്കാൻ. തിരുവെടുത്ത് പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്താണ് ആത്മാവ് പറയുന്നത്? 5-ാമത്തെ വാക്യം കൂടെ വായിക്കാമോ? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളിക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യും. ദൈവമക്കളെ ശ്രദ്ധിക്കണേ, ഇങ്ങനെ പറയാൻ പരിശുദ്ധാത്മാവിനെ കഴിയുള്ളൂ. നിങ്ങൾ മനസ്സിലായി? ശ്രദ്ധിക്കുന്ന ഞാൻ പറഞ്ഞേ, ഇങ്ങനെ പറയാം. എങ്ങനെ പറയാൻ? ഇപ്പൊ പറയുകയാണ്, നീ ഏതിൽ നിന്ന് എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഇപ്പൊ ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഓർക്കുകയാണ്, ആ സഭയുടെ ശുശ്രൂഷകനാണ് ഞാനെങ്കിൽ, ഞാൻ, പ്രിയമുള്ളവരെ, ആ സഭയുടെ ഒരു ഉത്തരവാദിത്വം അധികാരമുണ്ടെങ്കിൽ ആ സഭയിലുള്ള ആളുകളൊക്കെ മറ്റു പല സഭയിൽ പാസ്റ്റർമാരാക്കി വയ്ക്കും. കാരണം ഇത്രയും ക്വാളിറ്റിയുള്ള ആളുകൾ എവിടെ കിട്ടാനാ? ഇത്രയും ക്വാളിറ്റിയുള്ള ആളുകൾ എവിടെ ലഭിക്കും? നിങ്ങൾ ഓർത്തു നോക്കിക്കുക, അവരെ കുറിച്ച് പറയുന്ന ക്വാളിറ്റി എന്തൊക്കെയാണ്? 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തിയും. അപ്പൊ അവര് പ്രവർത്തിക്കുന്നവരല്ലേ, അല്ലേ? 2-ാം വാക്യം പ്രവൃത്തിയും, പിന്നെ അവരുടെ പ്രയത്നം, അവരുടെ അധ്വാനം, കർത്താവിന് വേണ്ടി അവരുടെ അധ്വാനം, പിന്നെ അവരുടെ സഹിഷ്ണുത, അല്ലേ? അവരുടെ ക്ഷമയോടുകൂടിയ സഹനം, പിന്നെ കൊള്ളരുതാത്തവരെ എന്ത് ചെയ്യുന്നു? സഹിച്ചുകൂടാത്തത്, അവരുടെ എരിവ്, ആത്മീയമായ കാര്യത്തിലുള്ള അവരുടെ എരിവ്. അപ്പസ്തോലന്മാരല്ലാതിരിക്കെ അപ്പസ്തോലന്മാരെന്ന് പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത് അവരുടെ വിവേചനം, അല്ലേ? അപ്പസ്തോലന്മാരെന്ന് പറഞ്ഞവരെ അവർ വിവേചിച്ചു, കള്ളന്മാരാണെന്ന് അവർ പറഞ്ഞു, അവരുടെ വിവേചനം. പിന്നെന്താണ്? നിനക്ക് സഹിഷ്ണുതയുള്ളത്, എൻ്റെ നാമനിമിത്തം സഹിച്ചത്, തളർന്നു പോകാഞ്ഞത്, ഇതൊക്കെ ഞാൻ അറിയുന്നു. ഹലോ, കേട്ടോ? ഇങ്ങനെയുള്ളൊരു സഭയോട് നിനക്ക് കുറ്റമുണ്ടെന്ന് പറയാനുള്ള കഴിവ് കുര്യാച്ചൻ പാസ്റ്റർക്ക് ഇല്ല. കുര്യാച്ചൻ പാസ്റ്റർ പറയില്ല, ഇനി ആത്മാവ് പറഞ്ഞാലും എന്ത് ചെയ്യില്ല,
അല്ലേ? ചിന്തിച്ചു നോക്കിയേ, നമ്മൾ മാനുഷികമായിട്ട് ബുദ്ധി ചിന്തിക്കുമ്പോഴേ ചില ആളുകളോടൊക്കെ അല്ലേ മേഘസൂരി ചില ദൂത് പറയാൻ പുള്ളി പ്രേരണ തന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ക്വാളിറ്റിയാണ് കാണുന്നത്. പിന്നെ എങ്ങനെയാ കുറ്റമുണ്ടെന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ബുദ്ധിയിലൊന്ന് അളക്കുമ്പോൾ നമുക്ക് പറയാൻ പ്രയാസമാണ്. നമ്മൾ ബുദ്ധിയിൽ അളക്കണ്ടെന്നാണ് പറയുന്നത്. കാരണം പരിശുദ്ധാത്മാവ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ചിലത് പറഞ്ഞാൽ ഒരു മടിയും വിചാരിക്കേണ്ട, എന്ത് ചെയ്തോ പറഞ്ഞോളാൻ അല്ലേ? ആത്മാവ് പറയുന്നത് ചെവി എന്തെന്ന്. കാരണം പ്രിയമുള്ളവരെ, മനുഷ്യർ കാണാത്ത ചിലത് ആര് കാണുന്നു? മനുഷ്യർ കാണുമ്പോൾ അവരുടെ നല്ല ക്വാളിറ്റി കാണുന്നു. ഇങ്ങനെ ഒരു സഹോദരൻ വേറെയില്ല, ഇങ്ങനെ ഒരു സഹോദരി വേറെയില്ല. അല്ല, എന്തൊരു പ്രാർത്ഥന, എന്തൊരു എരിവ്, എന്തൊരു തീഷ്ണത! എങ്ങനെയാണ് അവരുടെ കുറ്റം പറയാൻ കഴിയുന്നത്? പക്ഷെ ഹൃദയങ്ങളെ അറിയുന്നുവെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഇങ്ങനെ പറയാൻ പരിശുദ്ധാത്മാവിനെ കഴിയുകയുള്ളൂ. ദൈവമക്കളെ, പ്രാർത്ഥിക്കണം. ദൈവസഭയിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം മുഴങ്ങി കേൾക്കാൻ, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, ആത്മാക്കളെ വിവേചിച്ച് സംസാരിക്കുന്ന ദൈവശബ്ദം ദൈവസഭയിൽ കേൾക്കാൻ നാം ആഗ്രഹിക്കണം, നാം പ്രാർത്ഥിക്കണം. ദൈവം പകർന്ന കൃപാവരങ്ങൾ ജ്വലിക്കണം. പ്രിയമുള്ള, അത് മാത്രമാണോ? മാനസാന്തരപ്പെടാതിരുന്നാൽ, ആദ്യ സ്നേഹത്തിലേക്ക് വരാതിരുന്ന സംഭവിക്കുന്നത് എന്താണ്? 5-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ വായിച്ചു, നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കും. നിലവിളക്ക് എന്തിനെ കാണിക്കുന്നതാണ്? നിലവിളക്ക് എന്തിനെ കാണിക്കുന്നേ? എന്തിനെങ്കിലുമൊക്കെ കാണിക്കട്ടെ. പറഞ്ഞോ. വെളിപ്പാട് പുസ്തകത്തിലെ നിലവിളക്ക് നമ്മൾ വായിക്കുന്നില്ലേ? 7 നക്ഷത്രം വലങ്കയ്യിൽ പിടിച്ച്, പിന്നെ 7 നിലവിളക്കുകളുടെ നടുവിലൂടെ ഉലാവുന്ന കർത്താവ്. ആ നിലവിളക്ക് എന്തിനാ കാണിക്കുന്നേ? സഭയെ, 7 സഭകളെയാണ് കാണിക്കുന്നത്. 7 നിലവിളക്ക് 7 സഭയെ മറക്കരുത്. അപ്പോൾ പിന്നെ 7 നക്ഷത്രം എന്തിനാ കാണിക്കുന്നേ? സഭയുടെ ദൂതന്മാരെ അല്ലേ? അപ്പോൾ ഇച്ചിരി അഭിമാനമുണ്ട് ദൂതന്മാരെ കർത്താവ് എന്തിരിക്കുകയാണ്? പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പിടിച്ചിരിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? കുരുത്തക്കേട് കാണിച്ചാൽ അല്ലേ? കാരണം കർത്താവിൻ്റെ കയ്യിലായിരിക്കുന്നേ. അപ്പോൾ 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച്, പിന്നെ 7 നിലവിളക്കുകളുടെ നടുവിൽ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. 20-ാമത്തെ വാക്യം അല്ലേ? നമ്മളത് ഓർക്കാത്തവർ ഒന്നുകൂടെ ഒന്ന് വായിച്ചൊന്ന് ഓർമ്മ പുതുക്കിക്ക് ഉറപ്പിച്ചേ. 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻ നിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു. അപ്പോൾ നിലവിളക്ക് സഭയെ കാണിക്കുന്നു. ഇനി ഇവിടെ എഫെസോസിലെ സഭയോട് പറയുന്നത് എന്താണ്? മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് എന്ത് ചെയ്യുമെന്ന് നിലവിളക്ക് നീക്കിക്കളയുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അതിൻ്റെ അർത്ഥം അല്ലേ? ഇവിടെ ഒരു പ്രസ്ഥാനമായിട്ട് ഇങ്ങനെ കൂടി പോകാം. പക്ഷെ കർത്താവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എന്തില്ല? സഭയില്ല. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ഇവിടെ ഇല്ല. ഒരു പ്രസ്ഥാനമുണ്ട്, ഒരു സംഘടനയുണ്ട്. അപ്പോൾ ഈ പറയുന്ന പാട്ടും ആരാധനയും ഒക്കെ നടക്കും. ദൈവമക്കളെ, സമയം തീർന്നു. ഇനി ദീർഘിപ്പിക്കുന്നില്ല. പല കാര്യങ്ങളെന്ന് ഉണ്ട്, നമുക്കറിയാം. എന്നാൽ ഈ ഒരു വാക്ക്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് കർത്താവ് ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. പ്രസംഗം നല്ലതാണ്, പാട്ട് നല്ലതാണ്, പ്രാർത്ഥന നല്ലതാണ്. ഇതെല്ലാം കണ്ട് നാം വിലയിരുത്തുമ്പോൾ അതിനപ്പുറമായ ഒരു കാര്യം കർത്താവ് കാണുന്നു. സഭായോഗം കഴിഞ്ഞ് പോകുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ദൈവത്തോടുള്ള കൂട്ടായ്മ എങ്ങനെയാണ്? ദൈവഭയത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുന്നുണ്ടോ? ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? അതോ മുഴുവൻ ലോകശബ്ദം കേട്ട് ലോകത്തിൻ്റെ പുറകെയാണോ പോകുന്നത്? എങ്ങനെയാണ് ആത്മീകമായി വളരാൻ ദൈവസഭയ്ക്ക് വളർച്ചയുണ്ടാകുക? പ്രിയമുള്ളവരെ, ഇവിടെ നിന്ന് പോയി കഴിയുമ്പോഴും എപ്പോഴും ഉള്ളിലൊരു പ്രാർത്ഥന, കർത്താവേ, ദൈവശബ്ദം അങ്ങയുടെ ആലോചനയാൽ എന്നെ നടത്തണമേ, അവിടുത്തെ ആലോചനയാൽ എന്നെ നടത്തണമേ. ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചിട്ട് നമുക്ക് നിർത്താം. 2-ാമത്തെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്താണ്? ആത്മാവ് പറയുന്നത് അതിൻ്റെ
10-ാമത്തെ വാക്യമാണ്. 10-ാമത്തെ വാക്യം. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. ആ നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലവരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. പ്രിയമുള്ളവരെ, ആത്മാവ് എന്താണ് പറയുന്നത്? 2-3 കാര്യങ്ങൾ എടുത്ത് ഓർക്കുന്നു. ഒന്ന്, നീ സഹിപ്പാനുള്ളത് എന്ത് ചെയ്യണ്ട? പേടിക്കണ്ട. പിന്നെ നാം വായിക്കുന്നത് എന്താണ്? മരണപര്യന്തം നീ ആരായിരിക്കണം? വിശ്വസ്തനായിരിക്കണം. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് നൽകും. അത് നമ്മൾ എടുത്ത് 1-2 കാര്യം ഓർത്ത്. നീ സഹിപ്പാനുള്ളത്. അപ്പോൾ ദൈവസഭയ്ക്ക് ചിലത് സഹിക്കാനുണ്ട്, ചിലത് നമ്മൾ സഹിക്കുന്നുണ്ട്. ചില കഷ്ടങ്ങൾ, ചില പ്രതിസന്ധികളിലൂടെ ദൈവമക്കൾ കടന്നു പോകുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ സഹിപ്പാനുള്ളത് എന്ത് ചെയ്യണ്ട? ഉറക്കെ പറഞ്ഞേ, പേടിക്കണ്ട. അത് മാത്രമാണോ? ഈ കഷ്ടതയിലും നീ ആരായിരിക്കണം? വിശ്വസ്തനായിരിക്കണം. അല്ലേ? മാത്തസാറ് മുമ്പ് പറഞ്ഞതുപോലെ, പ്രിയമുള്ള പ്രബോധനത്തെ കേട്ടതുപോലെ, പ്രിയമുള്ളവരെ, ജോലിക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നു, സാമ്പത്തിക മേഖലയിൽ തകർച്ചകൾ ഉണ്ടാകുന്നു, രോഗങ്ങൾ വർദ്ധിക്കുന്നു. പ്രിയമുള്ളവരെ, പല വിധത്തിലുള്ള പ്രതിസന്ധികളെയാണ് നാം കാണുന്നത്. പക്ഷെ തിരുവെടുത്ത് പറയുന്നു, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. ഏത് സാഹചര്യത്തിലും നീ ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തനായിരിക്കുക. ആത്മാവ് പറയുന്ന ഈ ശബ്ദം ചെവിയുള്ളവൻ കേൾക്കട്ടെ. തിരുവെടുത്ത് പറയുകയാണ്, വിശ്വസ്തനായിരുന്നാൽ എന്ത് സംഭവിക്കും? ജീവകിരീടം പ്രാപിക്കാൻ ഇടയായിട്ട് തീരും. പ്രിയമുള്ളവരെ, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ പ്രബോധിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആദ്യ സ്നേഹം എങ്ങനെയായിരുന്നു? രക്ഷിക്കപ്പെട്ട നാളുകളിലുള്ള നമ്മുടെ സ്നേഹത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുകയാണ്. ആത്മാവ് ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കാൻ കഴിയുന്നത് ആർക്ക്? കഷ്ടതയോ സങ്കടമോ നഗ്നതയോ ആപത്തോ വാളോ ഇവയ്ക്കൊന്നിനും ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാതെ ദൈവമക്കളെ, നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കഷ്ടങ്ങളുടെ നടുവിൽ നിലനിൽക്കണമെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നവർക്കേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തോട് പറയണം, പ്രാർത്ഥിക്കാം, കർത്താവേ, ആദ്യ സ്നേഹത്തിൽ കുറവുണ്ട് കർത്താവേ. എത്ര എരിവോടെ പ്രാർത്ഥിച്ച നാളുകൾ, കർത്താവെ കൂട്ടായ്മ കൂടിയ നാളുകൾ, കർത്താവിനെ സ്നേഹിച്ച നാളുകൾ, അതിൽ നിന്നൊക്കെ കുറവ് സംഭവിക്കുന്നു. ഞങ്ങൾക്കൊരു യഥാസ്ഥാപനം ആവശ്യമാണ്. എഫെസോസിലെ സഭയുടെ കുറവ് അതായിരുന്നുവെങ്കിൽ നമ്മുടേതായിരിക്കുന്ന അവസ്ഥ ദൈവജനത്തിലൂടെ ദൈവാത്മാവ് ഏതൊക്കെയാണ് ഓർമ്മപ്പെടുത്തുന്നത്? കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഓൺലൈനിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരും ദൈവവും ആകെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ. പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ വാക്ക്, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് നൽകും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സകലതും ആലോചന പറഞ്ഞു തരും, ഉപദേശിച്ചു തരും. ഇന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ഈ ഒരു വചനം ഉള്ളിൽ ഏറ്റെടുത്തുകൊണ്ട് പോകണം. പരിശുദ്ധാത്മാവ് സകലതും ഉപദേശിച്ചു തരും. വേദപുസ്തകം വായിക്കാൻ തുറക്കുമ്പോൾ പറയണം, കർത്താവേ, ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉപദേശം പ്രാപിപ്പാൻ. പ്രിയമുള്ളവരെ, ചില സാഹചര്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. അതാണ് നാം കേട്ട പ്രബോധനം. സാഹചര്യങ്ങളിൽ നോക്കുമ്പോൾ കാണുന്നത് വളരെ പ്രതികൂലമാണ്. പക്ഷെ ഇതിൻ്റെ നടുവിൽ നാം വിശുദ്ധരായിരിക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിച്ചല്ലോ. പ്രിയമുള്ളവരെ, ആ പ്രബോധനത്തിന് നാം വലിയ ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ്. സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ആയാലും കർത്താവിൽ വിശുദ്ധരായി ജീവിക്കാനുള്ള ഒരു ഉത്സാഹം നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരി സഹോദരങ്ങൾ, ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണമേ. ആത്മാവ് പറയുന്നത് കേൾക്കാൻ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ, ആത്മാവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ ജീവിക്കാനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ കൂടെ പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്കുന്നവർ മൈക്കിലൂടെ പ്രാർത്ഥിച്ചാട്ടെ. മറ്റുള്ളവർക്കും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. Thank you, Lord. Thank you, Lord. Thank you, Lord. കർത്താവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ്, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഇന്നെല്ലാ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് പൽക്കാലം കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ച ദൈവത്തിന്റെ വചനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആ വചനത്തിന്റെ മുൻപിൽ കർത്താവെ അടിയനെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവെ.